നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. 6 വർഷം മുൻപൊരു സെപ്റ്റംബറിൽ കേരളം തുറന്നത് നെഞ്ചു തകർന്നൊരു വാർത്ത കേട്ടാണ്. സംഗീതജ്ഞനും വയലിനിസ്റ്റുമായ ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത. ഇവിടെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയുണ്ടായ അപകടത്തിൽ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിക്ക് താൻ ജീവന്റെ ജീവനായി സ്നേഹിച്ച ഭർത്താവ് ബാലുവിനെയും ആറ്റുനോറ്റ് ലഭിച്ച മകളെയും നഷ്ടമായി. വർഷങ്ങൾക്കിപ്പുറം, ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 6 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന ആ ദിവസത്തെ ലക്ഷ്മി ഓർത്തെടുക്കുകയാണ്. ഇത്രയും കാലം ഒന്നും തന്നെ ലക്ഷ്മി മറ്റുള്ള മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾക്ക് എന്തെങ്കിലും മറുപടി നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പൊതു പ്രതികരണം ലക്ഷ്മി നടത്തിയിട്ടില്ല. അവസാനമായി ബാലു പറഞ്ഞ വാക്കുകൾ, നടന്ന സംഭവം അന്വേഷണ സംഘത്തിന് മുന്നിലല്ലാതെ ലക്ഷ്മി ആദ്യമായിട്ട് ഇപ്പോൾ മനോരമ ന്യൂസിലൂടെയാണ് വെളിപ്പെടുത്തിയത്. അത് വ്യക്തിപരമായ ഒരു യാത്രയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി 6 വർഷങ്ങൾക്ക് ശേഷം എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് തുറന്നു പറയുന്നത്. അത് അവരുടെ മകളുടെ നേർച്ചയ്ക്കായുള്ള ഒരു യാത്രയായിരുന്നു. താനൊരു അസുഖാവസ്ഥയിലായിരുന്നു. മഞ്ഞപ്പിത്തത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പ്രസവശേഷം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ വിട്ടുവിട്ട് മഞ്ഞപ്പിത്തത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. റിക്കവർ ആവുക, വീണ്ടും എഫക്റ്റ് ആവുക, അതിങ്ങനെ പോകുന്ന വളരെ ക്ഷീണിതമായ ഒരവസ്ഥയിലായിരുന്നു അന്ന് ആ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്മി. തൃശ്ശൂരിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മകൾക്കായി ഒരു നേർച്ച ഉണ്ടായിരുന്നു. അതിനായിരുന്നു ബാലഭാസ്കറും കുടുംബവും പുറപ്പെട്ടത്. ചിലപ്പോൾ അതിന് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു. ബാലുവും നാട്ടിലുള്ള സമയം. അപ്പോൾ ബാലുവാണ് ലക്ഷ്മിയോട് പറഞ്ഞത്, കുഴപ്പമില്ല മോളെ, ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്ന്. തുടർന്നാണ് അവർ യാത്ര പുറപ്പെടുന്നത്. അധികം വൈകാത്തത് കാരണമാണ് നേർച്ച കഴിഞ്ഞ് തങ്ങൾ രാത്രി അവിടെ നിന്ന് തിരിച്ചതെന്നും ലക്ഷ്മി ഓർത്തെടുത്ത് പറയുന്നു. അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാമായിരുന്നു. ബാലുവിന് തിരിച്ച് തിരുവനന്തപുരത്തെത്തി കുറച്ച് ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു. തിരിച്ചതിന് ശേഷം എനിക്ക് ട്രാവൽ സിക്നസ് ഉള്ള ഒരാളാണ്, അതുകൊണ്ട് കാറിന്റെ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നതെന്ന് ലക്ഷ്മി ഓർത്തു പറയുന്നുണ്ട്. മോളെന്റെ മടിയിലുണ്ടായിരുന്നു. മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് താൻ ചെയ്യുക. അന്നും അങ്ങനെ താൻ ചെയ്തിരുന്നു. കുറച്ചു ദൂരം വന്നിട്ട് അതിനുശേഷം കാർ നിർത്തിയിരുന്നു. അവർ പുറത്തിറങ്ങി. ഡ്രൈവർ പുറത്തിറങ്ങി. ബാലു ബാക്കിലെ സീറ്റിലുണ്ട്. ഡ്രൈവ് ചെയ്തിരുന്നത് ആളുടെ പേര് അർജുൻ എന്നായിരുന്നു. കടയിൽ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് കൊണ്ടുവന്ന് ബാലുവിനോട് ചോദിക്കുമ്പോൾ ബാലു തന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വേണമെന്ന്. വേണ്ട എന്നാണ് ലക്ഷ്മി മറുപടി പറഞ്ഞത്. നമ്മളിപ്പോൾ എത്താറായോ എന്ന് ചോദിച്ചു. ബാലു പറഞ്ഞു, അധികം വൈകില്ല, നമ്മൾ എത്താറായെന്ന്. ഒന്നും വേണ്ടാലോ അല്ലേ എന്ന് വീണ്ടും ചോദിച്ചു. വീണ്ടും പറഞ്ഞു വേണ്ടാന്ന്. അതിനുശേഷം ഡ്രൈവർ അർജുൻ തിരിച്ച് കാറിൽ കയറി. ഡോർ അടച്ചു. താൻ കണ്ണടച്ചിരുന്നു. താനൊന്ന് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു. ബാലു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയായിരുന്നു. പിന്നെയും കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കുറച്ചു ദൂരം കൂടി മുൻപോട്ട് പോയതിനു ശേഷം വളരെ അസാധാരണമായ ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്തിട്ടാണ് ലക്ഷ്മി കണ്ണു തുറക്കുന്നത്. കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്നത് പോലെ വല്ലാത്തൊരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയായിരുന്നു. ഒടുവിൽ കണ്ണു തുറന്നു. പുറത്തുള്ള വിഷൻ അത്രയും വ്യക്തമല്ല. പക്ഷെ അകത്ത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുൻ ആകെ പകച്ച് വണ്ടിയുടെ കൺട്രോൾ കയ്യിലില്ലാത്തതുപോലെ ഒരു ഇരിക്കലായിരുന്നു. അതൊക്കെ സെക്കൻഡുകളുടെ മാത്രം ഓർമ്മയാണെന്നും ലക്ഷ്മി പറയുന്നുണ്ട്. നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒച്ച പുറത്തു വന്നോ എന്നൊന്നും അറിയില്ല. ഗിയർ ബോക്സിൽ കൈകൊണ്ട് നന്നായി അടിക്കുന്നുണ്ടായിരുന്നെന്നും ലക്ഷ്മി പറഞ്ഞു. അവിടെ എൻ്റെ ബോധം പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എത്രയോ ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിനകത്താണ് കണ്ണ് തുറക്കുന്നതെന്നാണ് ലക്ഷ്മി പറഞ്ഞു നിർത്തുന്നത്. എന്താണെന്ന് രാത്രി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ലക്ഷ്മിയുടെ ഓർമ്മ പോകുന്നത് മുൻപ് വരെയുള്ള സെക്കൻഡുകളാണ് ലക്ഷ്മി ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകും അന്ന് വാഹനം ഓടിച്ചിരുന്നത് അർജുൻ തന്നെയാണ്. ഈ വാഹനം ഓടിച്ചിരുന്നത് ആരാണ് എന്നതിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളായിരുന്നു ഉയർന്നു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരാൾ ലക്ഷ്മിയാണ്. പക്ഷെ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മി അത് ഉറപ്പിച്ചു പറയുന്നത്. അതേസമയം തന്നെ ഈ പറയുന്ന ഡ്രൈവറായിട്ടുള്ള അർജുൻ, ഇപ്പോൾ ഈ ഒരു വിവാദം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വിവാദമാകാനുള്ള കാരണം എന്ന് പറയുന്നതും അർജുൻ തന്നെയായിരുന്നു. അർജുൻ സ്വർണം പൊട്ടിക്കൽ കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ വലിയ അഭ്യൂഹങ്ങളായിരുന്നു ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. ബാലഭാസ്കറുടെ മരണം കൊലപാതകമാണെന്നും സ്വർണ്ണക്കടത്ത് സംഘമാണ് മകനെ കൊലപ്പെടുത്തിയതെന്നും ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അർജുനെതിരെ മുൻപും സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ടായിരുന്നുവെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു.
എന്നാൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് ബാലഭാസ്കറുടെ മരണമായി എന്താണ് ബന്ധമെന്നെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ആരോപണം ഉയരുമ്പോഴും ലക്ഷ്മി അപ്പോഴൊന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ലക്ഷ്മി അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. കുടുംബ സുഹൃത്തുക്കളായ പാലക്കാട്ടെ പൂന്തോട്ടം കുടുംബവുമായി ബന്ധമുള്ള ആളാണ് അർജുൻ എന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അർജുൻ എന്നും ബാലുവിന്റെ സ്ഥിരം ഡ്രൈവർ അല്ലെന്നും ലക്ഷ്മി വെളിപ്പെടുത്തുന്നുണ്ട്. പൂന്തോട്ടം വീട്ടിൽ വെച്ചാണ് അർജുനെ പരിചയപ്പെട്ടത്. ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്ന് അർജുൻ ബാലുവിനോട് പറഞ്ഞു. സഹായിക്കണമെന്ന് കരുതിയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. വിളിക്കുമ്പോൾ മാത്രമാണ് അർജുൻ വണ്ടി ഓടിക്കാൻ എത്തിയിരുന്നതെന്നും ലക്ഷ്മി വിശദീകരിച്ചിട്ടുണ്ട്. ഡ്രൈവർ അർജുൻ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് ബാലഭാസ്കർ അവസാനമായി ഡോക്ടർമാരോട് വെളിപ്പെടുത്തിയിരുന്നെന്നും ഡോക്ടർമാർ തന്നോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നെന്നും ലക്ഷ്മി പറയുന്നുണ്ട്. താൻ ഒരു സാധാരണക്കാരിയാണ്, ഒരാൾക്കും ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും പറയാനാകില്ലെന്നും ലക്ഷ്മി വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്കൊന്നും നോക്കാനില്ല, തന്റെ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും മുഖം മാത്രം ആലോചിച്ചാൽ മതിയാകുമെന്നും ലക്ഷ്മി വേദനയോടെ പറഞ്ഞു. ഏതായാലും ലക്ഷ്മി ഇത്രയും കാലം ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നപ്പോൾ ലക്ഷ്മിക്കെതിരെ വരെ ഈ പറയുന്ന സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട്. വലിയ വിവാദങ്ങളായിരുന്നു ലക്ഷ്മി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നതിന് പിന്നാലെ വന്നത്. എന്തിനേറെ ബാലഭാസ്കറിന്റെ കുടുംബം വരെ ലക്ഷ്മിയെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തന്നെ ലക്ഷ്മി പ്രതികരിച്ചിട്ടില്ല. പക്ഷെ അന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ ലക്ഷ്മി പ്രതികരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതൊരു അവരുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. അതിനെ അംഗീകരിക്കാനായിട്ട് അവരുടെ കുടുംബം ആദ്യമൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല എന്നും ലക്ഷ്മി പറയുന്നുണ്ട്. മാത്രമല്ല തന്നെ ബാലഭാസ്കർ അംഗീകരിച്ചിട്ടുണ്ട്, അത് മാത്രം മതി, താൻ ഒരു നല്ല ഭാര്യയാണെന്ന് ബാലഭാസ്കർ പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതലൊന്നും തനിക്ക് വേണ്ട എന്നും ലക്ഷ്മി ഈ ഒരു ഇന്റർവ്യൂവിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല താൻ ആരോടും ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഒന്നിനോടും ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല, താൻ തന്നോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഓരോ ദിവസം ഓവർകം ചെയ്ത് വരികയാണ്. അതിന് സഹായിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് തനിക്കൊപ്പം, അതിനെ സഹായിച്ച ഒരുപാട് ആളുകൾ തനിക്ക് ചുറ്റുമുണ്ടെന്നും ലക്ഷ്മി ഇതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പല വാക്കുകളും പറയുമ്പോൾ ലക്ഷ്മിയുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ബാലുവിന്റെ നല്ല ഓർമ്മകളിലൂടെയാണ് താൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾക്കൊന്നും അതിനെതിരെ പോരാടാനോ ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഉത്തരം നൽകാനോ താൻ ഇല്ലെന്നും ലക്ഷ്മി പറഞ്ഞു വെക്കുന്നുണ്ട്. അവരുടെ ഓർമ്മകളിൽ ഓരോ ദിവസം കഴിയുന്തോറും വീണ്ടും ഓരോ ദിവസം കഴിയുന്തോറും എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് തന്റെ മുൻപിലുള്ള ഒരു വെല്ലുവിളി എന്നാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വളരെ വിവാദമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു വണ്ടി ഓടിച്ചത് ആരാണ് എന്നതിനെ ചൊല്ലി ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നത്. അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് ഇപ്പോൾ ലക്ഷ്മിയുടെ ഈ ഒരു അഭിമുഖത്തിലൂടെ പുറത്തു വരുന്നത്.